അപ്പോൾ ഇന്ന് ഇവിടെ ഒരു പബ്ലിക് ഹോളിഡേ ആണ്. ഞാൻ ഇങ്ങനെ ഈ മഞ്ഞൊക്കെ പെയ്യണത് നോക്കിയിട്ട് ഇങ്ങനെ വെറുതെ ഒരു പണിയില്ലാണ്ടിരുന്നപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ട് പെൻഡിങ്ങിൽ വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊരു കാര്യമാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഈ സാധനങ്ങൾ കസ്റ്റമൈസ് ചെയ്യുന്ന സ്വഭാവം കുറച്ച് കൂടുതലാണ്. പിന്നെ എനിക്കുള്ളൊരു ശീലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചന്ദനത്തിരി കത്തിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോ കാരണങ്ങളുണ്ടല്ലോ. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല കത്തിക്കുന്നത്. ഇനി ഇതിങ്ങനെ ചന്ദനത്തിരി കത്തിച്ച് വെച്ച് കഴിയുമ്പോൾ വീടിൻ്റെ ഓർമ്മകളും വീടിൻ്റെ നൊക്ലാൾജിയും ഒക്കെ അങ്ങനെ മനസ്സിലേക്ക് വരും. അപ്പം ഇന്നത്തെ എൻ്റെ മരാമത്ത് എന്ന് പറയുന്നത് ചന്ദനത്തിരി സ്റ്റാൻഡ് ആണ്. ഇതിന് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന മീഡിയം ക്ലേ ആണ്. എൻ്റെ ഒരു 1500 ഹോബികളിൽ ഒന്നാണ് ക്ലേ വെച്ചുള്ള പരീക്ഷണങ്ങൾ. അപ്പോൾ ഇന്ന് ഞാൻ ക്ലേനെ ഡിപ്പെൻഡ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാൻ യൂസ് ചെയ്യണ എല്ലാ പ്രൊഡക്ട്സും എൻ്റെ അക്കൗണ്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാ മരാമത്തിൻ്റെ ആദ്യത്തെ പണി പോലെ ഇതിൻ്റെ ആദ്യത്തെ പണി ഡിസൈനിങ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലേ ഒക്കെ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചു. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നീളത്തിലൊരു ബേസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതായിരുന്നു. നീളത്തിലൊരു ബേസ് വേറെ ഒന്നുമില്ല, ഈ ചന്ദനത്തിരിയുടെ വേസ്റ്റ് മൊത്തം ഈ പ്ലേറ്റിൻ്റെ അകത്ത് തന്നെ വീഴണം എന്നാണ് എൻ്റെ ലക്ഷ്യം. ഇതിന് കത്തിച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റുള്ളൂ എന്താണ് അതിൻ്റെ എൻ പ്രൊഡക്റ്റ് എന്നുള്ളത്. പക്ഷെ എന്താണെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റണത്ര നീളത്തിൽ അത് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ടെക്നിക്കൽ പരമായിട്ടുള്ള ക്ലേയുടെ ടൂൾസ് ഒന്നുമില്ല. അതുകൊണ്ട് എല്ലാം ഉഡായിപ്പ് ടൂൾസ് മാത്രമാണുള്ളത്. ഈ കേസിൽ എനിക്കെൻ്റെ മാർഗ്ഗമല്ല പ്രധാനം, എനിക്കെൻ്റെ ലക്ഷ്യമാണ് പ്രധാനം. അതുകൊണ്ട് ഉള്ള ടൂൾസൊക്കെ വെച്ചിട്ട് ഞാൻ ഈ സാധനങ്ങളൊക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. എല്ലാ സർഫസും സ്മൂത്താക്കി എടുക്കുന്നത് ഞാൻ വെള്ളം തൊട്ടിട്ടാണ്. ഇതൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഭയങ്കര ബമ്പി ആയിട്ടുള്ള സർഫസുകൾ കിട്ടും. ഇതിപ്പോൾ കാണാൻ വേണ്ടിയിട്ടൊരു ലുക്കില്ല എന്നുണ്ടെങ്കിലും പെയിൻ്റ് അടിച്ച് കഴിയുമ്പോൾ ഇത് ലോകോത്തര സാധനമാവും എന്നാണ് കേട്ടോ എൻ്റെ മനസ്സിലുള്ളത്. അതുപോലെയൊക്കെ നടന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഈ മരാമത്തിൻ്റെ അവസാനത്തെ ടൂൾ ഇയർബഡ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞ പടയാളിയുടെ പോലെ ഞാൻ ഇവിടെ ഇരിക്കാനുണ്ട്. ഇതിന് ഫുൾ ഉണങ്ങണം. ഇറ്റ് ടേക്സ് 24 to 36 hours ടു കംപ്ലീറ്റ്ലി ക്യൂർ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇതിവിടെ നിന്ന് അനക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഇതെനിക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്കിത് വാർണിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ പിന്നാലെ സ്പീഡിൽ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.